ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. വാഴ വാഴ 2 ട്രെയിലർ വന്നിருக்கு, பார்க்கலாமா? Come on everybody. താനി കൊണ്ടുകളാ ടീച്ചർ കൊടുത്തങ്ങ് പറഞ്ഞു വിടണ ഇവനൊക്കെ. The biopic is back. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിന് കുഴപ്പം? പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം? ചെങ്ങായുടെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ്. ഇനി മേല അവന്മാരെ കൂടെ ഉള്ള കൂട്ട് വേണ്ട. വേറെ വള്ളിയൊന്നും വരായിരുന്നാ. നിനക്കൊക്കെ അവന് ചേട്ടനാരാന്നറിയൂ? അവന് ചേട്ടന്റെ കൂട്ടുകാരനാരാന്നറിയൂ? മൊത്തം കുഴപ്പമാണല്ലോടാ. കേക്കുണ്ടോ ബ്രോ? ജോയിന്റ് ബ്രോ ഇത്തിരി ലഹരിയൊക്കെ ഒന്ന് നോണേട്ടെ. നൊസ്റ്റാൾജിയ. ഞാൻ കാണാറുണ്ട്, റിങ്ങിൽ കാണാറുണ്ട്. അടിപൊളി പിള്ളേരാ. ബിപിൻ ദാസ് കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോവും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല. ബയോപിക് ഓഫ് ബില്യൺ ബ്രോ. കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എന്താ പറയുക, നല്ല പടമായിരിക്കുന്നേ, ഉറപ്പാ. നല്ലൊരു പടമായിരിക്കും, ഗംഭീര പടമായിരിക്കും. മാത്രമല്ല ഫസ്റ്റ് ഡേ പൂരത്തിന്റെ ആളായിരിക്കും. ആൾക്കാർ കാണും, ആൾക്കാർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് വാഴ 2. ഗംഭീരമാവുമെന്ന് തന്നെയാണ് വിശ്വാസം. കാര്യം ഞാനിത് ഈ രീതിയിൽ പറയുന്നത് ചുമ്മാ പറയുന്നതല്ല. ഫസ്റ്റത്തെ വാഴ തിയേറ്ററിൽ പോയിട്ടല്ല ഞാൻ കണ്ടത്, തിയേറ്ററിൽ മിസ് ചെയ്ത പട. ഞാനത് OTT വന്നപ്പോഴാണ് ആക്ച്വലി കാണുന്നത്. എനിക്ക് ആക്ച്വലി അത് തിയേറ്ററിൽ നിന്ന് മിസ്സായതിനുള്ളൊരു സങ്കടം നന്നായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നല്ലോ അതിന് വന്നിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് കേൾക്കുന്നുണ്ട്, പക്ഷെ പടത്തിന് പോകാനൊന്നും സാഹചര്യം ഇല്ല. വേറെ കുറെ തിരക്കുകളിൽ പെട്ടുപോയി. ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഇതിന്റെ OTT ഒന്ന് പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണായിരുന്നു എന്നുള്ളൊരു മൂഡിലായിരുന്നു ഞാൻ അന്ന് ഇരിക്കണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ OTT വന്നു, കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. OTT-യിൽ കണ്ടിട്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പറയാൻ കാരണം, സാധാരണ ഈ തിയേറ്ററിൽ ഭയങ്കര ഹിറ്റ് അടിച്ച ഒരു സാധനം ചില സിനിമകളുടെ കേസാണ് പറയണേ. ഇത് OTT-ലേക്ക് വരുന്ന സമയത്ത് നേരെ അഭിപ്രായം മാറാറുണ്ട്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല OTT കണ്ടിട്ട്. തിയേറ്ററിൽ ഹിറ്റായ സാധനം OTT കാണുമ്പോൾ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഈ വാഴയുടെ കേസില് തിയേറ്ററിലും ഗംഭീര വൈബായിരുന്നു കിട്ടിയിരുന്നത് ഞാൻ വിശ്വസിക്കുന്നു ആളുകൾക്ക്. OTT വന്നപ്പോ എനിക്ക് ഭീകരമായിട്ടുള്ളൊരു ഞാൻ OTT-യിലാണ് കണ്ടത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടിരുന്ന് കണ്ടൊരു പടമാണ്. റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കിടന്ന് സുഖമായി കണ്ടു തീർത്തൊരു പടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പടമാണ് വാഴ. ആൻഡ് അന്ന് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഴ എന്ന് പറയുന്നത് വെറുതെ കുറെ പിള്ളേരെ പിടിച്ചിരുത്തിയിട്ട് ഒരു പിള്ളേരുടെ ഒരു സ്റ്റോറി തമാശ എന്ന് പറഞ്ഞിട്ടൊരു കൈൻഡ് ഓഫ് അങ്ങനെ വെറുതെ അങ്ങോട്ട് ഇറക്കി വിടുന്ന തട്ടിക്കൂട്ട് സെറ്റപ്പ് ഒന്നും അല്ല. കോമഡി മാത്രമല്ല, ഓഫ് കോഴ്സ് കോമഡി അതിൻ്റെ അകത്ത് ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിലുപരി ഇമോഷൻസ്, അതാണ് കോർ. അതായത് കോമഡി വെറുതെ എന്നുള്ളതിനെക്കാട്ടും ഉപരി കണ്ടന്റ് ഉണ്ടെന്നേ. നല്ല കണ്ടന്റ് ഉണ്ട്, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അതിലൊക്കെ ചെയ്തിട്ടുള്ള വാഴയിലുണ്ടായിരുന്ന മറ്റേ അച്ഛന്മാരൊക്കെ ആയിട്ട് അഭിനയിച്ച നോബി ആയിക്കോട്ടെ, അസീസ് ആയിക്കോട്ടെ, എന്ത് പെർഫോമൻസ് ആയിരുന്നു.
ഞാൻ അന്ന് ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതിന്റെ അകത്ത് ചില സീൻസിലൊക്കെ ഞാൻ ഇമോഷണൽ ആയിട്ടുണ്ട്. എനിക്ക് കരച്ചിൽ തോന്നിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോ ഈ വാഴ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് വെറുതെ പിള്ളേരുടെ ഒരു തമാശ കാണുക അങ്ങനെയല്ല. എനിക്ക് ഇതിന്റെ അകത്ത് കണ്ടന്റ് കാണണം. അതിന്റെ അകത്ത് ഉണ്ട് സാധനം, നല്ല ഡെപ്ത് ഉള്ള കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ സാധനം ഇറക്കി വിടുന്നത്. അത് വാഴയിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഞാൻ വാഴ 2 വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന്റെ റീസൺ ഓഫ് കോഴ്സ് ഐ വാണ്ട് ടു സീ ദ പിള്ളേരുടെ അടിപൊളി പരിപാടികൾ ആൻഡ് ഓൾ. ബട്ട് ഈ സാധനം ഇവരുടെ അച്ഛന്മാരുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ്, അവരുടെ ഇമോഷൻസ്, അവരുടെ പിള്ളേരായിട്ടുള്ള ബോണ്ട് അല്ലെങ്കിൽ അവര് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ദാറ്റ് എന്താ പറയുക, ഇറ്റ്സ് ഡിഫറെന്റ്. അപ്പൊ ഇതിന്റെ അകത്താണെങ്കിൽ ഞാൻ ആ സാധനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, ഇമോഷണൽ സാധനം. അപ്പൊ ഐ വോണ്ട് ടു സീ ദാറ്റ് ആസ് എ മൂവി. ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദിസ് ടു വാച്ച് ദാറ്റ് കൈൻഡ് ഓഫ് ഇമോഷണൽ പെർഫോമൻസസ്. കലക്കും എന്തായാലും. അച്ഛന്മാരുടെ പിള്ളേർ ഓഫ് കോഴ്സ് കലക്കും, പക്ഷെ ഇവരുടെ അച്ഛന്മാരായിട്ട് അഭിനയിക്കുന്നവരുടെ പരിപാടി എനിക്ക് കാണും. അവരാണ് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കാൻ വേണ്ടി പോകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വെയിറ്റിംഗ് ഫോർ ദ മൂവി വരട്ടെ. പിന്നെ സന്തോഷം തോന്നി, കാരണം ഞാൻ ഇൻസ്റ്റയിൽ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ആമീന്റെയും അവരുടെ ഒരു ടീമൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ റീൽസ് ഒക്കെ. നല്ല രസമുള്ള കണ്ടന്റുകളാണ് അവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെയും ഇതിന്റെ അകത്ത് ആക്ച്വലി കാണുന്നു, അവരും സിനിമയിലൊക്കെ വരുന്നു. വെരി ഗുഡ്. ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യുന്നതിൽ നിന്ന് സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് ആൾക്കാർ ഗുണം ചെയ്യുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കണ്ടപ്പോൾ സന്തോഷം തോന്നി. നമ്മുടെ ഫോണിൽ കാണുന്ന ആൾക്കാർ അതിൽ കാണാൻ പോവാണല്ലോ. അമീനെ നമ്മൾ ഓൾറെഡി പ്രകമ്പനത്തിൽ കണ്ടതാണ്. ഹാർഷർ ഓഫ് കോഴ്സ് അടിപൊളിയാവട്ടെ. ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഇത്രയും പറയാനുള്ളൂ വാഴയെ കുറിച്ചിട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അടിച്ചു കൊടുക്കുക. കുറച്ച് നാളായിട്ട് ചാനൽ ഡൗൺ ആണ്. സോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ കാണാം. പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിവിനെ കുറിച്ച് പേഴ്സണലി എനിക്ക് തോന്നിയ ചില കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട്. സോ താല്പര്യമുള്ള ആൾക്കാർ അതും കൂടി ഒന്ന് കാണുക. കഴിഞ്ഞ വീഡിയോസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. മുടിയൊക്കെ ഒന്ന് വെട്ടി എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആ അഭിപ്രായം കൂടി ഒന്ന് പറയൂ. കുറെ നാളത്തിന് ശേഷമാണ് ഇത്രയും ഷോർട്ട് ആക്കുന്നത് ഞാൻ. ബൈ.